കെട്ടിപ്പിടി കെട്ടിപ്പിടി കയറിന്റെ കെട്ടിപ്പിടിക്കാനല്ലേ പറഞ്ഞത്? പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ആ ഇനിയിപ്പം മാങ്ങിച്ചൊക്കെ വന്നാ മതി. പതുക്കെ കാടിയൊക്കെ അങ്ങോട്ട് കൊണ്ട് തരാ. എനിക്ക് വയ്യന്റെ ഭഗവാന്. ഗിരിയണ്ണ എന്തൊരിത്? പശു മേയടി. പതുക്കെ പശുവിന്റെ സൗണ്ടിനും ഒരു അടവുമില്ല. ഗിരി ഓ അക്ക എന്തോന്ന്? പശു മേയണക്ക. എണീ കുറച്ചേരം ഞാൻ കിടക്കാം. എണീയപ്പി. അതെന്തിപ്പോ നിങ്ങൾ എണീറ്റത്? അതെന്തിപ്പോ നിങ്ങൾ എണീറ്റത്? അലുമിനിയ പാത്രം ഞണിഞ്ഞ് പിന്നെ ആക്രിക്കാരന് കൊടുക്കാനേ കൊള്ളാവൂ. കൊല്ലക്കാരോട്ട് ചില ബോഡി കൊടുക്കാം. ആര്? ഒരു പെട്ടി ഈശ്വര എവിടെന്ന്? ആ കാട്ടിലിരുന്നതാ. ഭാരമുണ്ട്. നല്ല ഭാരം. ഒരു കാര്യം ചെയ്യും, നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വൈകിട്ട് ഞാനും കൂടെ നമുക്ക് ഒരുമിച്ച് തുറന്നു നോക്കാം കേട്ടാ. ശരി. चिकनी कमर पे तेरी मेरा दिल फिसल गया, चिकनी कमर पे तेरी मेरा दिल फिसल गया, राम ये राम फिसल गया, चिकनी कमर पे तेरी मेरा दिल फिसल गया, राम ये राम फिसल गया, ये चल गया मेरा दिल फिसल गया। ओ डार्लिंग पहले से कितना बदल गया, जोगली जादू तेरा मुझ पे चल गया। जादू तेरा मुझ पे चल गया।
मर्द तीर मेरा दिल फिसल गया, काम ये जादू तेरा तो चल गया, जादू ये चल गया, मेरा दिल फिसल गया। ओ डार्लिंग तू पहले से कितना बदल गया, स्ट्रांगली ये जादू तेरा चल गया। അത് ഞാൻ ആ വണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. ഏത് വണ്ടി? ആ സ്റ്റേജിന്റെ ബാക്കിൽ കിടന്ന വലിയ വണ്ടി. ദൈവമേ, അതാ പാലിയക്കാര വണ്ടിയല്ലേ? സാറേ സ്വപ്നം കണ്ടത്. എന്തോ സ്വപ്നം? പോലീസ് പിടിച്ചേച്ച്. നിന്നെ പോലീസ് പിടിക്കുന്നതല്ലേ കണ്ടോളൂ. അല്ലാതെ പോലീസ് ഇടിക്കുന്നതായിട്ട് കണ്ടില്ലല്ലോ. ഈ ലാത്തിനടുത്ത് 15 വർഷം കൂടെ ചേർത്ത് സ്ഥിരമായി കയറുള്ള പ്രതിയാ. അവനെ പോലീസ് പിടിച്ച സ്വപ്നം കണ്ടെന്ന്. സാറേ പോലീസ് സ്റ്റേഷനാണ്. ആണ്. ഞാൻ ഇവിടുത്തെ പ്രതിയാണോ? ആണടാ. എങ്കിൽ എനിക്ക് കിട്ടാനുള്ളത് കൃത്യസമയത്ത് കിട്ടിയിരിക്കണം. അപ്പൊ നിനക്ക് സമയം കിട്ടാനുള്ളത് കിട്ടണം. എന്നാൽ എന്റെ മോൻ പഠിക്കത്തോളില്ലയോ? ഈ ലാസ്റ്റ് ഒന്നും കൂടെ എടുത്ത് മതിയോടാ. മതി. ആവശ്യമുള്ളപ്പോ ചോദിച്ചില്ലെങ്കിൽ നിനക്ക് ഞാനൊക്കെ തരും. പിന്നെ ഈ പോലീസ് സ്റ്റേഷന്റെ കുടുംബമായി കണ്ട് ഞാൻ ഇവിടെ തന്നെ താമസിക്കുന്നത്. ഒറ്റക്കാര്യത്തിൽ മാത്രം നിർബന്ധമുള്ളൂ. തൃശ്ശൂരിന്റെ നേരത്ത് നോമ്പൊരു നിലവിളക്കം കാട്ട് കൊളുത്തും. മിടുക്കൻ കള്ളനാണെങ്കിൽ ഇവന് ദൈവഭക്തിയുണ്ട്. ദൈവഭക്തി ഉണ്ടല്ല, ചീട്ട് കളിക്കാൻ വിളക്കോട്ടമാ നല്ലത്. ഓ ചീട്ട് കളിക്കുന്ന കൊള്ളാം. കോൺസ്റ്റബിൾ പൊന്നമ്മ വരുമ്പോ അവളെ ചെവിയില് കുണുക്കൊണ്ടാക്കിട്ട് കൊടുക്കുന്നത് എന്റെ പൊന്നാനിയ. എന്റെ തൊപ്പി ഇപ്പൊ തെറിച്ചാണ് സാറേ. എങ്ങനെ? സാറേ എനിക്കിത് പാറാവില്ലല്ലോ ഡ്യൂട്ടി. അതെ. ഡ്യൂട്ടിക്കിടയിൽ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ ക്വാർട്ടേഴ്സിലോട്ട് പോയപ്പോൾ പരിചയമില്ലാത്ത 2 ചെരുപ്പുകൾ കിടക്കാണ്. ആരോ അകത്തുണ്ട്. ഉണ്ട്. ആരാണെന്നറിയാൻ വേണ്ടി ഞാൻ താക്കോൽ പരിമിതികൾ നോക്കുമ്പോ നമ്മുടെ IG എന്റെ ഭാര്യ ചൊല്ലുന്നു. പിന്നെ ഞാൻ അവിടെ നിന്നില്ല സാറേ, ഞാൻ ഓടിക്കളഞ്ഞു. IG എങ്ങാനും എന്നെ കണ്ടിരുന്നെങ്കിൽ സാറേ എന്റെ തൊപ്പി തെറിച്ചേനെ. നീക്കൾ പോലീസാണോടാ? എടാ ആളുകളെ വില കളയാൻ വേണ്ടി മീശം വെച്ച് തൊപ്പിയും വെച്ച് വന്നേക്കിന്. എടാ തൊപ്പി പോണെങ്കിൽ പോട്ടെ വെക്കണം. ആ സീ മൊത്തം കണ്ടിട്ട് ഇനി വന്നാ പോരെ. മാറിയില്ലടാ. പിന്നെ ഒരു കാര്യം, ബസ് സ്റ്റാൻഡിൽ 2 തീവ്രവാദികൾ ഞാൻ പിടിച്ചോണ്ടുണ്ട്. തീവ്രവാദികൾ എന്റെ കൈ കിട്ടി കഴിഞ്ഞാൽ ഇടിച്ച് ഞാൻ റൂമിലോട്ട് നമ്മളോട് പറഞ്ഞുതരാം. പക്ഷെ അവർ ഭാഷ നമുക്കറിയില്ല. ഇവിടെ ഏത് ഭാഷയാലും ഞാൻ കൈകാര്യം ചെയ്തോളാം. നിരവധി ഭാഷകൾ കൈകാര്യം ചെയ്ത ഒരാളാണ് ഞാൻ. സാറിന് ഏതൊക്കെ ഭാഷ അറിയാം? എനിക്ക് ഏതൊക്കെ ഭാഷ അറിയാമെന്ന് എടാ എനിക്കറിയാവുന്ന ഭാഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, കണക്ക്, സോഷ്യൽ സയൻസ്, സാമൂഹ്യ പാഠം, ഞാൻ ഇപ്പൊ അമ്മ വിളിക്കാം. എങ്ങനൊക്കെ പോയിട്ടിരിക്കെ പഴകത്തിരിക്കോ പിടിണ്ടേ. ലോകത്തെ എല്ലാ ഭാഷയും അറിയാമല്ലോ, അങ്ങോട്ട് പറഞ്ഞുകൊടു. അന്നേ തള്ള പറഞ്ഞു പള്ളിക്കൂടത്തിൽ പോടാ. അന്ന് പറഞ്ഞാണ്ടി മറികടന്ന് ഈ കിടന്ന് മരിക്കണത് നോക്കാം. എടാ ഇവന്മാര് ബദാങ്ക കച്ചവടക്കാര്. കിലോ എത്ര രൂപ ബദാങ്ക? ഇല്ലണ്ടിക്ക സാറേ, ഇല്ലണ്ടിക്ക മാറിണ്ടിക്ക. അടുക്കത്തിൽ കുത്തലിക്കത്തിൽ കട്ടപ്പൊടിക്കത്തില്ല, പക്കത്ത് കുത്തൽ കട്ടുകൾ പിടിക്കത്തു. ചിന്താമണി അമര് ഏത് മണിയന്റെ കാര്യം പറഞ്ഞ? അവരൊരു മണിയന്റെ കാര്യം തന്നെ പറഞ്ഞത്. ആ സിബം കിട്ടാൻ മതി. അപ്പൊ ചേരപ്പോരിക്കപ്പ മൂട്ടാക്കപ്പ. സാറേ ഇനി ഒന്ന് പേടിക്കണ്ട, എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവരെന്ത് ചോദിച്ചാലും സാറ് മൂട്ടാക്കപ്പ എന്ന് പറഞ്ഞാൽ മതി. മൂത്താക്കപ്പ അത്രയല്ലേ ഉള്ളൂ. മാറിയില്ല കൊച്ചുമണി മൂത്താക്കപ്പ മൂത്താക്കപ്പ അമ്മാരെന്താ പോയപ്പോ എന്നെ അടിച്ചിട്ട് പോയത്? അവരുടെ ഭാഷയിൽ ഉണ്ണാൻ വിളിച്ചതാ ഉച്ചയ്ക്ക്. സാറിനെ സാറേ തല്ലിയത്? എന്റെ ഭാഷ കാപ്പ് കുടിക്കാൻ വിളിച്ച സാറിനോടൊക്കെ ദൈവം ചോദിക്കും. പിന്നെ ഒരു ലോക്കല് പോക്കറ്റ് എടുക്കാനടിച്ചാൽ എന്റെ അടുത്ത് ദൈവം ചോദിക്കുന്നു. ഒന്ന് പോടാ പുല്ലേ അവിടുന്ന്. നിന്നേക്കാളും വലിയ കള്ളന്മാരെ ഞാൻ പിടിച്ചിട്ടുണ്ട്, ഇടിച്ചിട്ടുണ്ട്. ഇന്നവരെ ഒരു ദൈവം എന്നോട് ചോദിക്കാൻ വന്നിട്ടില്ല. ദൈവം ഞാൻ തമാശ കിട്ടി എന്നെ ശപിക്കില്ല എന്നെ രണ്ടുപേരും. എന്റെ വണ്ടി സാറ് ഞങ്ങൾ ദൈവങ്ങളൊന്നുമല്ല, ഞങ്ങൾ ബാലേക്കാരാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങളെ വണ്ടിയിൽ നിന്ന് ഒരു പെട്ടി നിറയെ പൈസ കിട്ടി സാറേ. ഇങ്ങോട്ട് കൊണ്ട് വച്ചോറാ.
എടാ ഒന്ന് അനങ്ങി വയ്യടാ, ഒന്ന് കുനിഞ്ഞു പോയി, പഴിഞ്ഞു കുടിക്കാൻ മാത്രം കുനിയാതാ. കേട്ടോ സാറേ, ഇതിൽ തുറന്നതും ഒരു പെട്ടി നിറയെ പൈസ സാറേ. ഇത് കണ്ടോന്നെ ഞങ്ങളുടെ ബാലയിലുണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ ഇവനും ഒഴിഞ്ഞ് ബാക്കി എല്ലാ എണ്ണം വെൺകുളത്തോട് ചന്നാപ്പില്ല എടുത്താടി ഓടിച്ചാൽ. നിന്റെ ട്രിപ്പിലാണ് മറ്റേ സൺഡേ മധു അവന്റെ ട്രിപ്പിൽ തന്നെ സാറേ. അയ്യോ, ഞാൻ കണ്ടു ബാലയുണ്ട്. അവനെ അതിൽ കീചകനെ അവതരിപ്പിക്കുന്നത്. അവന്റെ മുഖം എന്തൊരു പോലെ ഇരിക്കുന്നത്? അവന്റെ മുഖം ഗരുഡന്റെ കണക്ക്. അവൻ ഇരുന്നേ ചെയ്യൂ സാറേ. സാറേ പിന്നെ സാറേ, പിന്നെ ഇത് കഴിഞ്ഞോണ്ട് ഞങ്ങളെ കൂടെ ഒരു കഷണ്ടി ഉണ്ടായിരുന്നു സാറേ, ഗ്രൂപ്പിന്റെ ഓണർ. എങ്ങോട്ടാ ഇറങ്ങി പോയി സാറേ? അവന്റെ പേരെന്തൊരു? അവന്റെ പേര് മണിയൻ. അപ്പൊ ഓച്ചറ കാണും. 6 മണിക്ക് ബാലെ കളിക്കണം. സാറൊന്ന് കളിച്ചു തരുമോ? ഞാനാ സാറൊന്ന് അഭിനയിച്ച് ബാലെ. വൈകുന്നേരം 5:30 തല മെസ്സേജെടുത്ത് പറയുന്നു ബാലെ കളിക്കാൻ ചെല്ലാൻ. എന്താ പട്ടി നമ്മളറിഞ്ഞില്ല സാറ് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പം നല്ല നടനുള്ള കിണ്ണം പ്രിൻസിപ്പാളിന്റെ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന്. മോഹൻലാൽ സാറിന്റെ വീട്ടിൽ നിന്ന് ഉണ്ണണ മമ്മൂട്ടി എവിടെ വന്നേ കാപ്പി കുടിക്കുള്ളൂ എന്നൊക്കെ. അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ ബാല വേണ്ട. അയ്യ കിടുക്ക് റോളാണ്. സാറാണ് രാജാവ്. ഞാനാ രാജാവ്. കിട്ടും. ആദ്യം കമ്മിറ്റിക്കാരന് രാജാവിനാണ് കിട്ടുന്നത്. കാശ് തന്നെ. അപ്പൊ ഡയലോഗ് നിങ്ങൾ പറഞ്ഞുതരാം. ഞാൻ രാജാവ്, നീ രാവണൻ, നീ വിഭീഷണൻ. അപ്പൊ അതാ ഞാൻ ഭൂതം. ഏത് ഭൂതം? മലംഭൂതം തന്നടേ. ഇത് മലംഭൂതം തന്നെ കേട്ടോ. ജിമ്മി പോടല്ലടാ. കണ്ടറിയാം. സാറേ, സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം റാണി വരുന്ന സീനാണ്. കൊത്തുവോ? അരെ, തേനീച്ചല്ല റാണിയല്ല, പിന്നെ ബാലല്ല റാണി. നടി പെണ്ണ് ഒറിജിനൽ പെണ്ണ്, കിടുക്ക് പെണ്ണ്. എനിക്ക് ഈ പെണ്ണുങ്ങളുടെ കവനിക്കുന്ന ചങ്കയാണുള്ള കേസ്. എനിക്ക് മണ്ടക്കാട്ട് പൊങ്കാലിക്ക് പെണ്ണുങ്ങളുടെ കിടന്ന് വരവണുണ്ടല്ലോ. തമാശ നിങ്ങൾ വിളി. സാറിനും റാണിക്കും. സാറാണ് രാജാവ്. സാറിനും റാണിക്കും കുട്ടികളില്ല. അതുകൊണ്ട് റാണി 15 കൊല്ലം കാട്ടിൽ ഘോര തപസ് അനുസരിച്ചിട്ട് ഭരണ വരവാണ്. കുട്ടികളില്ലാത്തോണ്ട് ഒരാഴ്ച ഇവിടെ നടത്തിക്കാൻ ബാലയാണെന്ന് സാറേ. അതുകൊണ്ട് രാജാവിന് ദേഷ്യം. രാജാവ് ദേഷ്യത്തോടുകൂടി തിരിഞ്ഞു നിൽക്ക്. മഹാറാണി തിരുവിതാംകൂർ കനകാംഗി തമ്പുരാട്ടി കടന്നു വരുന്നു. സാറേ, റാണി വന്നു. ദേഷ്യം വിടരുത്. ദേഷ്യത്തോടുകൂടി കണ്ണെടുത്ത് പുറത്തിട്. പതുക്കെ ദേഷ്യം വിടാതെ തിരിഞ്ഞു നോക്ക്. പതുക്കെ ദേഷ്യം വിടരുത്. പതുക്കെ തിരിഞ്ഞു നോക്ക്. പതുക്കെ ദേഷ്യം വിടരുത്. പതുക്കെ. എടേ ഉഷ, അറിയോ? കൊള്ള ഉഷ അറിയാമോന്ന്? ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. പക്ഷേ ഇപ്പൊ പഴയ പരിപാടിയൊന്നും ഇല്ലേ? ഇപ്പൊ പഴയതുപോലെ മാർത്തണ്ണം ബസ് സ്റ്റാൻഡിൽ നിൽക്കാനൊന്നും പറ്റത്തില്ല. എന്ത്? പോലീസുകാരെ കൊണ്ട് ഭയങ്കര ശല്യം. പണ്ട് ഞാൻ ഉണ്ടായിരുന്നപ്പോൾ കുറെ ഷൈൻ ചെയ്തതൊക്കെ തമ്പാനിൽ കിടന്ന്. ഇത് എങ്ങനെ ബാലയിലൊന്ന് കയറിയത്? ഞാൻ 2 വർഷത്തെ കലാതിരുവൊക്കെല്ലായിരുന്നു. എവിടത്തെ? ഉത്തരംകോട് അന്ത്യാഫീസിലെ. നിനക്കവിടെ തല്ലലാതാ ഫീലിംഗ് ആപ്പി? എനിക്കവിടെ പൊളിപ്പ്. ഇപ്പൊ പഴയതുപോലെ കേരളത്തിൽ ഇല്ലല്ലേ? ഒന്നുമില്ല. ഇപ്പൊ എല്ലാം തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അതെന്ത്? കേരളത്തിലെ എല്ലാം മക്ക തന്നടേ. എല്ലാരും പറയണ കേരളത്തിലെ മക്ക. നാളെ അങ്ങനെ ചൂട് കൊണ്ടായിരിക്കും പാവം. സാറേ, അടുത്ത രാജാവിന്റെ ഡയലോഗ്. അല്ലയോ മഹാറാണി, നമ്മുടെ പട്ടാഭിഷേകം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 25 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ നമുക്കൊരു കുഞ്ഞിക്കാര് കാണാനുള്ള ഭാഗ്യമുണ്ടായി. സിമ്പിൾ. റാണി, നമ്മുടെ പട്ടാഭിഷേകം കഴിഞ്ഞിട്ട് വെരി ഗുഡ്. ഇന്നേക്ക് 25 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഒരു കുഞ്ഞിക്കാര് കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിട്ടില്ല. ആ കുഞ്ഞിക്കാലിന് വേണ്ടി ഘോരവനത്തിൽ പതിവ്രതയായി ഞാൻ 5 വർഷം തപസ്സിരുന്നു. പക്ഷേ നീ ഘോരവനത്തിൽ പോയത് നമ്മൾ വിശ്വസിക്കണം. എന്റെ പൊന്നോടെ പുറന്നോളെ, നീ പതിവ്രത പറയല്ലേടി. എന്നിട്ടാണ് അടുത്ത പയ്യന്മാരുടെ കൊന്ന കമ്പനി അറിയാല്ലേടാ. അമ്മേ, അതെ, ഇവിടെ നാടകം നടക്കുന്നുണ്ടില്ലേ? അതിന്റെ ഇടയിലോട്ട് കയറി വരാം. നിങ്ങളാരാ? ഇവിടെ കൂടിയിരിക്കുന്ന മാന്യ സദസ്സിന് നമസ്കാരം. ഞാൻ ശങ്കർ ഷൺമുഖ. സ്നേഹമുള്ളവർ എന്നെ ATM എന്ന് വിളിക്കും. എനി ടൈം മണി, എനി ടൈം മർഡർ. നല്ലൊരു നാടകത്തിനിടയിൽ വിരസത ഉണ്ടാക്കാൻ വന്നതല്ല ഞാൻ. പണം എനിക്കത് വേണം. നിനക്കറിയാം അതെവിടെയാണെന്ന്. ഈ നാടകത്തിന് ഞാനൊരു ഇടവേള കൊടുക്കുന്നു. നിങ്ങൾ
നിങ്ങൾ സിനിമയിൽ വരേണ്ട ആളാണ് മിസ്റ്റർ വേലക്കൻ. അത്ര മനോഹരമാണ് നിങ്ങളുടെ അഭിനയം. പക്ഷെ അത് ഇവിടെ കാണിച്ചാൽ നിനക്കുള്ള ഓസ്കാർ ഞാനായിരിക്കും പ്രഖ്യാപിക്കുന്നത്. വല്ലാതെ ദാഹിക്കുന്നുണ്ടല്ലേ? അല്പം ദാഹജലം കൊടുക്കണം. ഞാൻ പറഞ്ഞ അത്രയും സത്യമാണ്. നാടക വണ്ടി കേടാ സ്ഥലത്ത് നിന്ന് പോയമാരെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഒരു മിമിക്രി ഗ്രൂപ്പിലാണെന്നറിയാം. ആന്റണി, നമസ്കാരം നടക്കര. നമസ്കാരം. നാടകമൊക്കെ ഗംഭീരമായിരിക്കുമല്ലോ. തീർച്ചയായും. ഞാനാണ് ഈ നാടകം സ്പോൺസർ ചെയ്യുന്നത്. ആണോ? എന്റെ പേര് മണിയൻ. മണിയൻ അങ്ങനെ പറഞ്ഞാൽ അറിയില്ല. ഞാൻ വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ്. ഒരുപാട് കാശ് എന്റെ കയ്യിലുണ്ട്. പിന്നെ എന്റെ ബിസിനസ് ഞാൻ കൊലക്കട മണിയണ്ണൻ എന്ന് പറഞ്ഞാലേ എല്ലാവരും അറിയൂ. കൊലേര വ്യാപാരമാണ്. അതിന്റെ പണത്തിന്റെ ഹുങ്ക് കൊണ്ടാണ് ഈ നാടകം ഇവിടെ വച്ചതെന്ന് കൂട്ടിക്കോളൂ. പിന്നെ നാടകത്തിന്റെ ഇടയിൽ കൊലയുടെ പരസ്യം ബുദ്ധിമുട്ടാവോ? ഒരു ബുദ്ധിമുട്ടുമില്ലേട്ടാ. നാടകത്തിന്റെ ഇടയിൽ നിങ്ങളെ ഉപദ്രവിക്കാതെ എന്റെ കൊലയുടെ പരസ്യം വിട്ടുകൊള്ളാം. ഓക്കെ? അപ്പൊ നാടകം ഗംഭീരമായിരിക്കും. തീർച്ചയായും. അല്ലെങ്കിൽ പയ്യന്മാര് എന്റെ നെഞ്ച് പച്ചവെള്ളമാക്കും. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന്. ഓക്കെ? അടിക്കണ കെട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അടിക്കണല്ലേ? കഥാപ്രസംഗന്റെ തബല ഇരിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്ത് അടിച്ചോ. നാടകം ഗംഭീരമായില്ലെങ്കിൽ റോഡ് റോളർ നിന്റെ നെഞ്ചേരിക്കും. തിരുവനന്തപുരം തെങ്ങമണി തിയേറ്റേഴ്സിന്റെ 5ാമത് കലോപഹാരം ഗോൾഡ് ഫ്ലാഗ് അഥവാ ദൈവത്തിന്റെ സ്വന്തം സിഗരറ്റ്. കഴിഞ്ഞ ദിവസം കാക്കാമൂച്ച കൊക്കരക്കൊഴുന്ന പാട്ടിട്ട് കണ്ട ശുദ്രജീവികളൊക്കെ വീട്ടിൽ വിളിച്ച് വരുത്തതും പോരായിട്ട് ഇനി കുരുവികളെ കൂടി വിളിച്ചു വരുത്തുന്നു. അവരുടെ ഒടുക്കത്തെ ഒരു പാട്ട്. മുതലാളി അല്ല, ഇതാര് രാഘവനോ? അതെ. രാഘവ, തേങ്ങയൊക്കെ വെട്ടിയോടാ? വെട്ടി മുതലാളി, വെട്ടി. ഇതാ കൂലി 300 രൂപയുണ്ട്. അയ്യോ, ഇത്രയും ശമ്പളം വേണ്ട മുതലാളി. ഇരിക്കട്ടടാ, എന്റെ ഒരു സന്തോഷത്തിനല്ലേ. അതല്ല, 300 രൂപയ്ക്കുള്ള ജോലി ഞാൻ ചെയ്തില്ല. രാഘവ, 150 രൂപ നിന്റെ കൂലി, ബാക്കി 150 രൂപ കൊടുത്ത് ഇനി വരുമ്പോൾ ഒരു നെക്കർ കൂടി വാങ്ങിയിട്ടോടെ വരണം. കൊച്ചമ്മ 2 എണ്ണം. എന്താടാ? കൊച്ചമ്മയ്ക്ക് 2 കരുക്ക വെട്ടി വെച്ചിരിക്കുന്നു. നീ എന്താ അപ്പുറത്തെ രമണിയുടെ വീട്ടിൽ തേങ്ങ ഇടാൻ പോകത്തെ? താല്പര്യമില്ല. എന്താടാ, അവർ കൂലി വരത്തില്ലേ? പക്ഷെ എനിക്ക് താല്പര്യമില്ല മുതലാളി. നിങ്ങൾ അറിയില്ല മനുഷ്യനെ, എന്താടി? രമണിയുടെ കുളിമുറിക്ക് ഷീറ്റ് ഇട്ടു, അതാവും പോകത്തെ. ഇവിടുത്തെ കുളിമുറിക്ക് ഷീറ്റിടാതെ നിന്നെ ഈ പരിസരത്ത് കണ്ടുപോകരുത്. ഇറങ്ങി പോടാവുന്നത് മുതലാളി. നിങ്ങൾ നിന്നെ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് എത്ര നല്ല അഭിപ്രായമൊന്നുമല്ല. എന്താടി അങ്ങനെ? അവരോടൊക്കെ നിങ്ങൾ മോശമായി പെരുമാറുന്നു. അവരെയൊക്കെ പെങ്ങന്മാരെ പോലെ കണ്ടുവിടെ മനുഷ്യൻ നിങ്ങൾക്ക്. എന്നിട്ട് വേണം എന്റെ അച്ഛനെ നാട്ടുകാർ സംശയിക്കാൻ. ഹലോ, എപ്പോ എങ്ങനെ? നമ്മുടെ അച്ഛനെ ജീൻസ് വെച്ച് വണ്ടി ഇടിച്ച് മരിച്ചു. അയ്യോ, എല്ലാതരം അടിയന്തരങ്ങൾക്കും മണിയണ്ണന്റെ കുല ഒരു ഉത്തമ സഹായി. കപ്പ, ഏത്തൻ, പാളയംകോടൻ എന്നീ പഴങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഞാലിപ്പൂവിന്റെ ലോഡ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നേ ഉള്ളൂ. വന്ന 2 പഴം ഓരോരുത്തർക്കും തരാം. മണിയണ്ണന്റെ കൊല നല്ല കൊലയെണ്ണ അതെപ്പോഴും ഉണ്ടാകും. അതൊക്കെ പോട്ടെ. സൗത്രി, ഇന്നല്ലേ നമ്മുടെ മകളെ പെണ്ണുങ്ങളായ ഒരു കൂട്ടർ വരുമെന്ന് പറഞ്ഞത്? അതെ. അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ എന്തെങ്കിലും? ഞങ്ങളുടെ അയൽക്കൂട്ടത്തിലുണ്ടാക്കിയ അച്ഛപ്പമായാലോ? വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം നിന്റെ അയൽക്കൂട്ടത്തിലുണ്ടാക്കി മുറുക്ക് കൊടുത്താ ആ പയ്യന്റെ പല്ല് പോയത്. അതോടുകൂടി ആ ബന്ധം പോയി കിട്ടി. നിങ്ങൾ ഞങ്ങളുടെ അയൽക്കൂട്ടത്തെ കുറ്റം പറയുന്നു വേണ്ട. ഞങ്ങളുടെ അയൽക്കൂട്ടത്തെ കുറിച്ച് ഇപ്പൊ നല്ല അഭിപ്രായോ? നല്ല അഭിപ്രായമാണ്. നിങ്ങളല്ലേ ആ പെണ്ണുങ്ങളെ കുളിക്കടവിന്റെ അടുത്ത കാടൊക്കെ വെട്ടി അതെ തെളിച്ചു വിട്ടത്? എനിക്കും എന്റെ പയ്യന്മാർക്കും അതായിരുന്നു ഒരു ആശ്വാസം. അത് ഞാനങ്ങ് കളഞ്ഞു. മണിയണ്ണന്റെ കൊല നല്ല കൊലയെണ്ണ. അതിന് നാടകം. സാവിത്രി, ദേവരത്തെന്ന് തോന്നുന്നു. നമ്മുടെ മോളം തേടി അവളടുത്ത് മഞ്ഞൾ തേക്കുക. മഞ്ഞൾ മാത്രമാക്കണ്ട, കുറച്ച് മല്ലിയും മുളകും മരിച്ചേച്ച് അങ്ങ് എണ്ണയിലോട്ട് ചാടാൻ പറ. അതെന്തിനാ? അതാവുമ്പോ വരുന്നവർക്ക് ഫ്രൈ ആയിട്ട് കൊടുക്കാമല്ലോ. എടി, നല്ല കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ യോഗം വേണം. യോഗം. പിന്നെ പാതിരാത്രി 12 മണിക്കല്ലേ യോഗം വിളിച്ചു കൂട്ടാൻ പോകുന്നത്? അല്ല, പോ മനുഷ്യനെ അവിടുന്ന്. ചേട്ടാ, എല്ലാവരും ചോദിക്കുന്നു എനിക്ക് 2ാമത് വിശേഷമൊന്നും ആയില്ലേ. അപ്പൊ നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, വാഴ കൊലിച്ചാലല്ലേ പഴമുണ്ടാകും. സംഭവം എന്തിനാണെന്നറിയാ ജി? ഈ വിളയിലായോണ്ടാണ് വാഴ കൊലയ്ക്കാത്തത്.